ഹായ് ഓൾ, ഹാപ്പി നഴ്സസ് ഡേ ടു ഓൾ മൈ ഫ്രണ്ട്സ് ആൻഡ് കൊളീഗ്സ്. എന്തായാലും ഞാൻ വിഷ് ചെയ്യാൻ കുറച്ച് ലേറ്റായെന്ന് എനിക്കറിയാം. ഒരു കണ്ടൻറ് ക്രിയേറ്റർ ആവാൻ ശ്രമിക്കുന്ന ഞാൻ ഇങ്ങനെ ലേറ്റായി ശരിയാവില്ല. പക്ഷെ എന്ത് ചെയ്യാൻ, എനിക്ക് ക്യാമറയെ നോക്കി സംസാരിക്കാൻ വേണ്ടി ഭയങ്കര താമസമാണ്. അപ്പം ഞാൻ അതിനുള്ളൊരു കോൺഫിഡൻസ് ഗെയിൻ ചെയ്തത് എന്തായാലും ഇപ്പോഴാണ് കേട്ടോ. നേഴ്സിംഗ് ലൈഫ് പഠിക്കുന്ന കാലം തൊട്ട് എന്നെ സംബന്ധിച്ച് കുറച്ച് ടാസ്ക് ആയിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. പഠിച്ച് പാസ്സാവുക എന്നതിലുപരി അവിടെ ആ ഒരു ജീവിതം സർവൈവ് ചെയ്ത് തീർക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് കുറച്ച് കഷ്ടമുള്ള കാര്യമായിരുന്നു. ഞാൻ തന്നെ ചൂസ് ചെയ്ത് ചേർന്നത് കൊണ്ട് എനിക്ക് ഇട്ടിട്ട് വരാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടും ഞാൻ എൻ്റെ 4-4.5 കൊല്ലം അവിടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് 2023 ഞാൻ വിട്ടു. നാട്ടിൽ തന്നെ ജോലി ചെയ്യാനായിരുന്നു പ്ലാൻ. കാരണം എനിക്ക് വീട് അപ്പോഴത്തേക്ക് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഇയറിൽ ഞാൻ കോഴിക്കോടായിരുന്നു വർക്ക് ചെയ്തത്. പിന്നെ ഞാൻ കണ്ണൂർ എൻ്റെ നാട്ടിലേക്ക് വർക്ക് ചെയ്യുകയാണിപ്പോൾ. നഴ്സസ് ഡേ ഒക്കെ അല്ലേ, അപ്പം ഞാൻ എൻ്റെ സ്ട്രഗിൾസിനെക്കഴിഞ്ഞും കൂടുതൽ ഞാൻ എൻ്റെ ഈ ജോബിൽ എനിക്ക് നിന്നതിലുള്ള പോസിറ്റീവ് സൈഡ്സ് പറയാൻ വിചാരിച്ചു കേട്ടോ. സ്ട്രഗിൾസും കാര്യങ്ങളും എൻ്റെ നഴ്സിംഗ് ലൈഫും അതൊക്കെ ഞാൻ പുതിയ കുറേ വീഡിയോസൊക്കെ ആയിട്ട് ഇടാവേ. പിന്നെ ഇതിൽ നഴ്സിംഗിൽ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കേരളത്തിൽ വർക്ക് ചെയ്തതെന്ന് വിചാരിച്ചിട്ട് മലയാളികൾ മാത്രമൊന്നുമല്ല ഞങ്ങളുടെ ഹോസ്പിറ്റൽസിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പല പല ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അറ്റ് ദ എൻഡ് അവരുടെ കൂടെ നിന്ന് നമ്മൾ കെയർ കൊടുത്തു കഴിഞ്ഞ് ഒരസുഖത്തിൽ നിന്നൊക്കെ അവർ റിക്കവറായിട്ട് വരുമല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഓർത്ത് വെക്കുന്നതും നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് മോളെ എവിടുന്നേലൊക്കെ കാണാം, അല്ലെങ്കിൽ അവരെ വീട്ടിലൊരു കുട്ടിയെപ്പോലെ നമ്മളെ കാണുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാകും കേട്ടോ. അത് നമുക്ക് ഭയങ്കര ഈ നഴ്സിംഗ് ലൈഫിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും ഒരു അച്ചീവ്മെൻറ്റുമാണ്. പക്ഷെ ആ ഒരു സംഭവം കിട്ടുന്ന വരെയുള്ള സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ ഭയങ്കര കൂടുതലാണ്. നമ്മളൊരു ഹോസ്പിറ്റൽ റൺ ചെയ്ത് പോകുമ്പോൾ അതിലൊരു പാർട്ടായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് നമുക്ക് വരുന്നുണ്ട്. അതൊരു സൈഡ്. അല്ലാതെ നോക്കുമ്പോൾ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നൊരു കാര്യം പിന്നെ ഇത് തന്നെയാണ്. നമുക്ക് എന്താണ് പോസിറ്റീവായിട്ടുള്ളൊരു സ്മൈൽ. എൻ്റെ ഹോസ്പിറ്റൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നൊരു അറ്റ്മോസ്ഫിയർ ഭയങ്കര അടിപൊളിയാണ്. ഞങ്ങളുടെ സ്റ്റാഫും ഞങ്ങളുടെ ഇൻചാർജും ഭയങ്കര കോപ്പറേറ്റീവാണ്. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇൻട്രാക്ഷൻസ് നന്നായിട്ട്, കമ്മ്യൂണിക്കേഷൻ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ മടിക്കാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് എനിക്ക് ആ ഒരു രീതിയിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. വൺസ് അഗൈൻ എല്ലാവർക്കും ഹാപ്പി നഴ്സസ് ഡേ.